ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ കപ്പയും ബീഫും എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. അതെ, അടാറ് കോമ്പിനേഷനിലുള്ള ഒരു വൈറൽ വിഭവമായ പാൽക്കപ്പയും ബീഫുമാണ് ഇന്നത്തെ റെസിപ്പി. കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് അത് സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പാൽക്കപ്പയാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം. കപ്പയുടെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങിയെടുക്കൂലേ, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് വെന്ത രീതിയിൽ വേണം നമുക്കിത് പുഴുങ്ങിയെടുക്കാനായിട്ട്, എന്നാൽ അധികം വെന്ത് പോവുകയും ചെയ്യരുത്. കപ്പ നമുക്ക് നോർമൽ പാനിലും കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ ഒറ്റ വിസിൽ മതിയാവും, കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കപ്പ കഷ്ണങ്ങളൊക്കെ മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. വിസിൽ വന്ന ഉടനെ തന്നെ അതിൻ്റെ ആവി കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് ആ ഒരു വെള്ളം കളഞ്ഞ് ഊറ്റി വെക്കണം. ഇനി കപ്പയിലേക്ക് വേണ്ടി ഒരു 10-15 കുഞ്ഞുള്ളിയും 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഉള്ളിയൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയ ഉടനെ തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുക. കപ്പ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ വലിയ പീസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. മൊത്തത്തിൽ അങ്ങ് ഉടച്ച് മഷി പോലെ ആക്കരുത്. കുറച്ച് പീസസ് ഇങ്ങനെ അതിനിടയിൽ കഴിക്കാനായിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ ഉടച്ചെടുക്കുക. കപ്പ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയിലിട്ട് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പം അതിൻ്റെ പാലാണ് കേട്ടോ ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അല്പം അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ കപ്പയിൽ ചേർത്തിട്ടുണ്ട്. കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അല്പം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചു കൂടി ചേർത്താൽ മതി. അപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് ഒന്ന് താളിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബീഫ് റോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഏകദേശം 1 കിലോനടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത്. 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, പിന്നെ 1 പോന്ത് വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, പിന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ് 3 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് റെഡിയാക്കാൻ തുടങ്ങാം. കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഒരു പകുതി സവാള അരിഞ്ഞതോടെ ഇതിലേക്ക് ചേർത്തിട്ട് പൊടികളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂൺ അളവാണ് കേട്ടോ പറയുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 6 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്തത്. ഇതിലേക്ക് ഇനി 6 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഒരു 5 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒരു നുള്ള് ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയും ഇതിലേക്ക് ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 4-5 ഏലക്ക ചതച്ചതോട് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഇനി ഒരു 2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്തിട്ട് ഈ ഒരു മസാല ബീഫിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവാനായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഊറി വന്നോളും. എങ്കിലും ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ചിലപ്പം അടിയിൽ പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 വിസിൽ വരുന്നത് വരെയെങ്കിലും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബീഫ് വെന്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു പരന്ന പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പകുതി ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ബാക്കി പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇതിലേക്ക് ചേർത്ത് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടിയും ചേർക്കുന്നില്ല, നമ്മൾ നേരത്തെ കുക്കറിലേക്ക് ചേർത്തതാണല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലിയും പിന്നെ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബീഫ് വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം.
കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ കുക്കറിൽ ഓൾറെഡി ബീഫ് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂടി വെക്കാതെ തുറന്ന് വെച്ച് തന്നെ ആ ഒരു വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ അധികം വെന്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ വെള്ളമൊക്കെ വറ്റി നല്ലൊരു കുഴമ്പ് രൂപത്തിൽ ഈ ഒരു ബീഫ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരല്പം ചാറോട് കൂടി ആ ഒരു പരുവത്തിലുള്ള ബീഫാണ് നമ്മൾ പാൽക്കപ്പയുടെ കൂടെ കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. ഇവിടെ പിന്നെ ആ ഒരു കറി ആയിട്ടുള്ള രീതിയിൽ ആർക്കും വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വറ്റിച്ചെടുത്തത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പാൽക്കപ്പയുടെ കൂടെ കഴിക്കാനുള്ള ബീഫ് റോസ്റ്റും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ നമുക്ക് പാൽക്കപ്പയോടൊപ്പം ഈ ഒരു ബീഫ് റോസ്റ്റ് വിളമ്പാം. ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.